നമുക്ക് പലപ്പോഴും തോന്നാറുള്ള ഒരു തോന്നലുണ്ട് അല്ലേ, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളത്. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും ഇങ്ങനെ മാറ്റിവെച്ച് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും, അതിന് നമ്മൾ വഴിപ്പെടാറുണ്ടോ എന്നുള്ളൊരു തോന്നൽ വരാറുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ലേ എന്നുള്ളൊരു തോന്നലും വരാറുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങളാണ്. ഇത് പരീക്ഷ എഴുതുന്ന കുട്ടികളാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിലും PSC പോലുള്ള മത്സര പരീക്ഷകൾക്ക് പുറകെ പോകുന്ന ആളുകളാണെങ്കിലും ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും എല്ലാവരും ഉപയോഗിക്കുന്ന 3 പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു വരുന്നു, നമുക്ക് ടൈം മാനേജ്മെൻറ്റ് തീരെ ഇല്ല എന്ന തോന്നൽ, പല കാര്യങ്ങളും നീട്ടി വെക്കുന്നു എന്നുള്ളത്. ഇതിനൊക്കെ കൂടിയിട്ടുള്ള ഒറ്റ സൂത്രമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. നമസ്കാരം, വിനോജ് മാഷ്. BC ടോക്സിൻ്റെ പുതിയ വർത്തമാനത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ ഏതൊക്കെയാണെന്നല്ലേ? ഒന്ന്, നമ്മളുടെ പ്രൊഡക്ടിവിറ്റി വളരെ കുറഞ്ഞു പോകുന്നു എന്നുള്ളൊരു ആശങ്ക. മറ്റൊന്ന്, നമുക്ക് കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. മറ്റൊന്ന്, പലപ്പോഴും പല കാര്യങ്ങളും നമ്മളിങ്ങനെ മാറ്റിവെച്ച് അങ്ങനെ പോകുന്നൊരു പ്രശ്നം. ഇതിനെല്ലാത്തിനും കൂടിയുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്, ഒരു സൂത്രമുണ്ട്. ഏതാണ്ട് 1780കളിലായിട്ടാണ് ഈ സൂത്രം മുന്നോട്ട് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു സൂത്രം 1780കളിലാണ് പുതിയതായി കടന്നു വന്നിട്ടുള്ളത്. 1780കൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ഉണ്ട്. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഫിലോസഫറാണ്, ഒരു ഇൻവെന്ററാണ്. ഇടിമിന്നലുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സംഭാവനകളുണ്ട് അല്ലേ. അദ്ദേഹം ഒരു ഫിലോസഫറാണെന്ന് പറഞ്ഞു, ഇൻവെന്ററാണ്, പ്രിന്ററാണ്, പബ്ലിഷറാണ്, ഒരു റൈറ്ററാണ്, എഴുത്തുകാരനാണ്. അമേരിക്കയുടെ ഫൗണ്ടിങ് ഫാദർ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വെൽ ഡൺ ഈസ് ബെറ്റർ ദാൻ വെൽ സെഡ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ദി ലോസ്റ്റ് ടൈം ഈസ് നെവർ ഫൗണ്ട് അഗെയിൻ എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ വാക്കുകളാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കൊണ്ടുവന്നൊരു ആശയമാണ് ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് പ്രശ്നങ്ങൾക്ക്, നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ്. ആ പ്രശ്നങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇതൊരു മോട്ടിവേഷനാണ് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഇത് നമ്മളുടെ ഫോക്കസിങ് കൂട്ടുന്ന ഒന്നാണ് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഇത് നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് കൂട്ടുന്ന ഒന്നാണ് ടു ഡു ലിസ്റ്റ്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി ചെയ്തു തീർക്കുന്നതിലൂടെ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാവുകയും നമ്മൾ ഭയങ്കര ഹാപ്പി സ്റ്റേറ്റിലേക്ക് മാറും ചെയ്യുമെന്നുള്ളതാണ് ടു ഡു ലിസ്റ്റിൻ്റെ വലിയൊരു ഗുണം. അതിനപ്പുറത്തേക്ക് ഇത് നമ്മുടെ മെമ്മറി കൂട്ടുമെന്നുള്ളതാണ് ടു ഡു ലിസ്റ്റ്. അതുമാത്രമല്ല, നമ്മുടെ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി കൂട്ടാനും ഈ ടു ഡു ലിസ്റ്റ് നമ്മളെ സഹായിക്കും. അപ്പോൾ എന്തായി ടു ഡു ലിസ്റ്റ്? ഓരോ ദിവസവും ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി അത് അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ചെയ്തു കഴിഞ്ഞോ എന്ന് വെരിഫൈ ചെയ്യുന്ന പ്രക്രിയയാണ് ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് പേപ്പറിൽ എഴുതി തയ്യാറാക്കാം, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നമുക്ക് എഴുതി തയ്യാറാക്കി നമുക്കത് വെരിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ ഫോർമൽ രീതിയിലുള്ള ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡെഡ് ലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ടു ഡു ലിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ഈ 1-3-5 ടെക്നിക്ക് എന്ന് പറയും ഈ ടു ഡു ലിസ്റ്റിൽ. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗോള് ടു ഡു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക, ഒരു മീഡിയം പ്രാധാന്യമുള്ള 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തുക, സിമ്പിൾ ടാസ്ക് ഒരു 5 ഉൾപ്പെടുത്തുക. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിനെയാണ് 1-3-5 ടെക്നിക്ക് ഓഫ് ടു ഡു ലിസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ഗുണങ്ങൾ ഇതിൻ്റെ പുറകെ നമുക്ക് വരുന്നു. നമ്മുടെ പ്രോഡക്ടിവിറ്റി കൂടുന്നു, നമ്മുടെ എഫിഷ്യൻസി കൂടുന്നു, പ്രോക്രാസ്റ്റിനേഷൻ, കാര്യങ്ങളെ നീട്ടിവെക്കുന്ന സ്വഭാവം നമുക്ക് കുറഞ്ഞു വരുന്നു, ടൈം മാനേജ്മെൻറ്റ് നമുക്ക് നന്നായി കൂടുന്നു, പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി കൂടുന്നു, മെൻ്റൽ ഹെൽത്ത് നമുക്ക് കൂടുന്നു, മെമ്മറി കൂടുന്നു. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഈ സൂത്രങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്ന കുട്ടികളാണെങ്കിലും, അല്ലെങ്കിൽ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും, എൻ്റർപ്രണേഴ്സ് ആണെങ്കിലും എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ കഴിയാവുന്ന ഏറ്റവും ചെറിയൊരു സൂത്രമാണ് ടു ഡു ലിസ്റ്റ്. 1780കളിൽ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന മഹാനായ ഫിലോസഫർ മുന്നോട്ട് വെച്ച ഒരു ചെറിയ ആശയം ഇന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത്രമേൽ വലുതാണെന്ന് നമ്മൾ ഈ സമയം തിരിച്ചറിയുന്നു. ഇതറിയാത്തവർക്കായി എൻ്റെ പ്രിയപ്പെട്ടവർ ഇത് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള സെൽഫ് ഡെവലപ്മെൻറ്റ് വീഡിയോസ് ആയിട്ടാണ് BC ടോക്സ് പ്രിയപ്പെട്ടവരുടെ ഇടയിലേക്ക് വരുന്നത്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്തരം വർത്തമാനങ്ങൾ ഗുണകരമാണെങ്കിൽ പ്രിയപ്പെട്ടവർക്കായി ഇത് പങ്കുവെക്കണം. നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വർത്തമാനവുമായി, മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്